ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഒത്തിരി കമൻറ്റ്സ് വന്നു. കാരണം വേറൊന്നുമല്ല, ഞാനതിൽ വീഡിയോ ഇട്ടപ്പോഴത്തേന് ടൈപ്പ് ചെയ്തപ്പോഴത്തേന് സ്പെല്ലിങ് മാറിപ്പോയി. പക്ഷെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ കറക്റ്റായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തപ്പം മാറിയതായിരിക്കും. അപ്പോൾ കുറേ ചേട്ടന്മാർ അങ്ങനെയാണ്, ബാക്കപ്പ് എന്നല്ല ബ്രേക്കപ്പ് എന്നാണ്, എഡ്യൂക്കേഷൻ്റെ കുറവാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ മെസ്സേജ് അയച്ചു. ഇട്ടവരോട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുകയല്ല. എനിക്ക് കുറച്ച് സമയം കിട്ടുന്നതിൽ ഞാൻ വീഡിയോ എടുത്ത് അതപ്പം തന്നെ എഡിറ്റ് ചെയ്ത്, കാരണം ഞാൻ പിന്നത്തേക്ക് നോക്കുന്നതല്ല, വീഡിയോ എടുത്ത് ഞാൻ അപ്പം തന്നെ ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അന്നും അതുപോലെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കസ്റ്റമർ വന്നത്. അപ്പോൾ അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ കാര്യം വിട്ടുപോകും. കാരണം അടുത്ത വർക്ക് വരുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കസ്റ്റമറെ ഇരുത്തിയിട്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, ഞാനത് അത് ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു കമൻറ്റ് വരുന്നിടം വരെ ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചേ ഇല്ല. അതാണ് പറ്റിപ്പോയത്. അല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ഇതൊന്നുമല്ല. പിന്നെ എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഇത് എനിക്ക് നിങ്ങളെ ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെയാണ് ഈ വീഡിയോയിൽ എല്ലാത്തിലും ക്യാപ്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ടൈപ്പ് ചെയ്യുന്നതും ഇടുന്നതും ഒക്കെ. ആദ്യമായിട്ടാണ് ഒരു അബദ്ധം പറ്റുന്നത്. മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും അബദ്ധം പറ്റാതെ മനുഷ്യന്മാരാരും ഈ ലോകത്തില്ല. അപ്പോൾ കമൻ്റ് ഇട്ട ചേട്ടന്മാരാണ്, അത് അവർക്കുള്ള മറുപടി ഞാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും പിന്നെയും പറയണമല്ലോ. പിന്നെ അങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റ് ഇടാൻ തോന്നിയതിന് നിങ്ങളോട് എല്ലാവരോടും താങ്ക്സ്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ വീഡിയോ കാണത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അതായത് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ചേച്ചിയുടെ വീഡിയോ. അതായത് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ, ഞാൻ സുധിച്ചേട്ടൻ മരിച്ച സമയത്തും ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം അത്രയ്ക്ക് നല്ലൊരു, എന്നാ പറയണ്ടേ, എനിക്ക് പുള്ളിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനപ്പം ചേച്ചി ഇങ്ങനെ അവരുടെ വീട്ടിൽ പോകുന്ന ഇതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് എന്തിനാണ് ഇങ്ങനെ അവിടെ പോയിട്ട് ഇതിങ്ങനെ വീഡിയോ ഇടുന്നത്, പോയിക്കോട്ടെ, പോയി സഹായിച്ചോട്ടെ. പക്ഷേ ആ സഹായത്തിൻ്റെത് എനിക്കത് അത് അപ്പം പുള്ളിക്കാരത്തിൽ നിന്നല്ല, ആരാണെങ്കിലും നമ്മളൊരാളെ സഹായിക്കുമ്പോൾ യൂട്യൂബിൽ കുറേ പേരെ കാണാം ഇങ്ങനെ ഓരോരുത്തരെ സഹായിച്ചിട്ട് അതെടുത്ത് വീഡിയോ ഇടുന്ന ആൾക്കാരെ കാണാം. എനിക്ക് അതിനോട് നിങ്ങൾ സഹായിച്ചോ, പക്ഷേ അതൊരിക്കലും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എനിക്കത്ര താല്പര്യമുള്ളതല്ല. അപ്പോൾ ഞാനത് കാണുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ യൂട്യൂബ് എടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ അതിൻ്റെ തന്നെ വീഡിയോസൊക്കെ ചെയ്തേക്കുന്നതിൻ്റെത് ഞാൻ കണ്ടു. അതായത് സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഏൽപ്പിച്ചിട്ട് പോയ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തത് എന്താണെന്നറിയാം എല്ലാം ഒന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ എടുത്തു. സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല, സെക്കൻഡ് പാർട്ടാണ് ഞാൻ കണ്ടത്. അതിലായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണെങ്കിലും ചെന്നിട്ട് ഫുൾ ടൈം എന്താ, സുധിച്ചേട്ടൻ ഇവിടെ ഉണ്ട്, സുധിച്ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് നല്ലതാണ്, പക്ഷേ അത് എപ്പോഴും അങ്ങനെ പറയുമ്പോൾ അവർക്കത് വേദന കൂടത്തില്ലേ ഉള്ളൂ. അതിപ്പോൾ നമ്മുടെ ഒരു ലൈഫിൽ അത് ഇഷ്ടം കൊണ്ടാണ് അത് മനസ്സിലായി. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ചേച്ചി അത് അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ചേച്ചി അവരുടെ അടുത്ത് പോവുകയോ എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ മനസ്സിലായി. പക്ഷേ അവരുടെ അവസ്ഥയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. എന്നിട്ട് അവരുടെ വീട് പണി നടക്കുന്നിടത്തൊക്കെ പോകുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പക്ഷേ അതിൽ ഏറ്റവും എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചേച്ചിയുടെ കാര്യങ്ങളാണ്. കാരണം സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പിട്ട ഡ്രസ്സ് പോലും സൂക്ഷിച്ച പുള്ളിക്കാരത്ത് ഇപ്പോഴും വെച്ചേക്കുന്നു. എന്നിട്ട് ലക്ഷ്മി ചേച്ചിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതെനിക്ക് ഒത്തിരി ഫീൽ ചെയ്യാൻ കാരണം, അതാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ പോലും ചെയ്യാൻ കാരണം. അതായത് ആ ഡ്രസ്സിൽ സുധിച്ചേട്ടൻ്റെ മണമുണ്ട്. അതൊരു പെർഫ്യൂമായിട്ട് എനിക്ക് വേണം, മോക്കത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് തരാൻ പറ്റുമെങ്കിൽ ചെയ്ത് തരണം, ആ മണം എനിക്കിന്നും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി. ആ വീഡിയോ കണ്ടാൽ ആർക്കും കരയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടൻ മരിച്ചു എന്നുള്ളൊരു വാർത്ത ഇപ്പം ഞാൻ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ മരിച്ചു പോയോ, പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ച അവരുടെ അവസ്ഥ നമുക്കൊന്ന് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്താ പറയുക, പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, രംഗബോധം ഇല്ലാത്ത കോമാളിയാണ് മരണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതും ഒരു അപകടത്തിൽ
മറ്റ് മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതൊക്കെ ഇരുന്ന് ഒരു മരണമല്ലായിരുന്നു അത്. കാരണം ബോഡി കണ്ടാലും അറിയാമായിരുന്നല്ലോ, വലിയ മുറിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് തന്നെയല്ല, ലക്ഷ്മി ചേച്ചി ആണെങ്കിലും പറയുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞ് ചേച്ചി കാണാൻ പോയപ്പോഴത്തേനും ചിരിച്ചുകൊണ്ടാണ് ആ മുഖം അപ്പോഴും വരുന്നത്, ചിരിച്ചെല്ലാ സുധിച്ചേട്ടനെ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. പിന്നെ എന്തായാലും ജനിച്ച ഒരു നാൾ മരിക്കണം, അത് എല്ലാവർക്കും അങ്ങനെ തന്നെ. എത്ര പണക്കാരനാണേലും എത്ര പാവപ്പെട്ടവനാണേലും മരിക്കും. നമ്മളിപ്പം ഒത്തിരി കാശുകാരാണ് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് അവർ മരിക്കാതിരിക്കത്തൊന്നുമില്ല, എല്ലാവരും മരിക്കും. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അതെല്ലാവർക്കും അറിയാം. എന്നാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി. ഞാനങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു വീഡിയോ കണ്ടാലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാലും കരയുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ കാരണം ഞാൻ എനിക്ക് ചേച്ചിയുടെ ഒരു എന്താ പറയുക, സ്റ്റോറീസ് ആണെങ്കിലും അല്ലെങ്കിൽ റീൽസൊക്കെ ആണെങ്കിലും കാണുന്ന ഒരാളാണ്. കൂടുതലും ചേച്ചി ചെയ്യുന്നതാണെങ്കിലും സുധിച്ചേട്ടൻ്റെ ഫോട്ടോയുടെ അടുത്ത് നിന്ന് അതിൻ്റെ ക്യാപ്ഷൻ നോക്കിയാൽ അറിയാം സുധിച്ചേട്ടൻ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്താൽ പക്ഷേ ഒന്നും പറയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ. പിന്നെ ആ വീഡിയോസിലൊക്കെ ആണെങ്കിലും കമൻസിലൊക്കെ ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം എല്ലാവർക്കും സുധിച്ചേട്ടനെ കുറിച്ചാണെങ്കിലും അവരുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണെങ്കിലും അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം എല്ലാവർക്കും, ഒരാൾക്കെന്നല്ല, എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടനോട് വെറുപ്പുള്ളവർ കാണില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഞാനൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. കാരണം കണ്ടത് വെച്ചിട്ടും ഇത് ടെലിവിഷനിൽ കണ്ടത് വെച്ചിട്ടും എല്ലാം പറയുകയാണ്. സത്യം പറഞ്ഞാൽ പുള്ളീനെ ചിരിക്കാണ്ട് ആരും തന്നെ കണ്ടിട്ടില്ല. എന്താ പറയുക, എപ്പോഴും ആ മുഖത്ത് ആ ഒരു ചിരിയുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് എന്തുമാത്രം വേദന ഉണ്ടാകുമോ അതിൻ്റെ ഇരട്ടിയായിരിക്കും അവരുടെ കുടുംബത്തിനുണ്ടാകുന്നത്, പ്രത്യേകിച്ച് രേണു ചേച്ചി. കാരണം ആ വീഡിയോയിലും പറയുന്നുണ്ട്, കാരണം സുധിച്ചേട്ടനില്ലാതെ ഒന്നും ചെയ്തിട്ടില്ല, എപ്പോഴും സുധിച്ചേട്ടൻ വെച്ച് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് ആളില്ലാണ്ടാവുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ. നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ ആരും ഇല്ലാതെ ആവുന്നൊരവസ്ഥയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയിട്ടും പിന്നെ സുധിച്ചേട്ടനാത്മാവിന് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കാതെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ലല്ലോ ഇത്. അപ്പോൾ ലക്ഷ്മി ചേച്ചി എന്തായാലും ഇനി എല്ലാ കാര്യത്തിലാണെങ്കിലും അവരുടെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം പുള്ളിക്കാരത്തി ആയിട്ടാണ് അവിടെ ചെന്ന് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം പലരും പറയുമല്ലോ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് എന്നാണ് ഞാനും അങ്ങനെ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചിട്ട് അത് നമ്മൾ വീഡിയോ എടുത്തിട്ടിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇതൊരിക്കലും ഒരു പബ്ലിസിറ്റിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അന്വേഷിക്കുകയും എടുക്കുകയൊക്കെ ആ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മി ചേച്ചിക്ക് നല്ലത് മാത്രം വരട്ടെ. അതുപോലെ തന്നെ ഇനിയും അവരുടെ കുടുംബത്തോടൊപ്പം നിന്ന് ഒരുപാട് വിശേഷങ്ങൾ നമ്മളിലേക്കൊക്കെ എത്തിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. താങ്ക് യു.